ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് എൻ്റെ ഒരു ചുരിദാറിൽ കളർ മാറ്റിയെടുക്കാനായിട്ട് ഞാൻ പോവുകയാണ്. അപ്പോൾ അതിന് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ്. കഥം എന്ന ബ്രാൻഡിൻ്റെയാണ് വാങ്ങിയിരിക്കുന്നത്. കളറ് ബ്ലാക്കാണ്. ഇപ്പോൾ എൻ്റെ ചുരിദാർ ഈ യെല്ലോ കളറാണ്. അപ്പോൾ അതിൽ ഒന്ന് നമുക്ക് മുക്കിയെടുത്ത് നോക്കാം. അതുപോലെ തന്നെ ഡൈ ഫിക്സും ഉണ്ട്. ഇത് കളറ് പോകാതിരിക്കാനുള്ളതാണ്. പിന്നെ ഈ 2-3 സാധനവും കൂടെ ഉണ്ട് അതിനകത്ത്. അപ്പം നമുക്ക് ഇതാണ് ചുരിദാർ. അപ്പോൾ ഇതിൽ നമുക്ക് കളറ് എങ്ങനെയാണെന്ന് നോക്കാം. കളർ മുക്കിയെടുക്കുമ്പോൾ നമുക്കൊന്ന് ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നതാണ്. ഈ കളറൊക്കെ ഏത് കളറാകുമെന്നൊക്കെ നമുക്ക് നോക്കാം. പഴയ തന്നെയാണ്. അപ്പം നമുക്കിനി പഴയ ഡ്രസ്സൊന്നും കളയണ്ട, പുതിയ കളറിലേക്ക് മാറ്റിയെടുക്കാം നമുക്ക്. അപ്പം നമുക്ക് നോക്കാം അത്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് വെള്ളം ഒന്ന് തിളപ്പിക്കാനായിട്ട് വെക്കണം. അപ്പോൾ ഇത് കോട്ടൺ അല്ല, നൈലോൺ തുണി പോലെയൊക്കെ ഇരിക്കുന്ന ആ ടൈപ്പ് തുണി ആയതുകൊണ്ട് കുറച്ച് വിനീഗറോട് ആഡ് ചെയ്ത് നമ്മൾ ഉപയോഗിക്കണം. കോട്ടൺ ആണെങ്കിൽ ഉപ്പും, നൈലോണ്, ക്രേപ്പ് അങ്ങനെയുള്ള മെറ്റീരിയലൊക്കെ ആണെങ്കിൽ നമുക്ക് വിനീഗറാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ കുറച്ച് വിനീഗറും കൂടെ ഒഴിച്ച് വെള്ളം തിളയ്ക്കാറായിട്ടുണ്ട്. അപ്പം നമ്മൾ തുണി എടുക്കുമ്പോൾ നേരിട്ടങ്ങ് തുണി മുക്കരുത്. അത് നനച്ച് ഒന്ന് നനവോട് കൂടി വേണം അതിനകത്ത് മുക്കിയെടുക്കേണ്ടത്. അപ്പം വെള്ളം തിളയ്ക്കാറായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ട ഒരു കോലൊക്കെ എടുത്ത് വച്ചേക്കണം. നമുക്കത് ചൂടായിരിക്കും. അപ്പോൾ അതെല്ലാം സൈഡിലേക്ക് നമുക്കത് മുക്കി ഇട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ടാണ്, നമുക്കൊന്ന് ചെയ്ത് നോക്കാം. എന്തായാലും പഴയ ചുരിദാർ തന്നെ, അപ്പോൾ അത് പ്രശ്നമില്ല, നോക്കാതെ. അപ്പം നമുക്കതിലേക്ക് നമ്മളെടുത്ത് വെച്ചേക്കുന്ന പൗഡർ അത്രയും ഇടണം. ഒരെണ്ണത്തിന് ഒരെണ്ണം ഫുള്ളും വേണം. അതുപോലെ തന്നെ ഡൈ ഫിക്സും അത് അത്രയും വേണം. അപ്പോൾ ഇത് ബ്ലാക്ക് ആയതുകൊണ്ട് അത് മഞ്ഞയാണ് ഡ്രസ്സ്. അപ്പോൾ ഇത് ബ്ലാക്കാണ്. ഞാൻ വാങ്ങിയതെല്ലാം ബ്ലാക്കായിപ്പോയി കേട്ടോ. ഞാൻ എല്ലാ കളറും കൂടെ എന്ന് വിചാരിച്ചാണ് വാങ്ങിയത്, പക്ഷേ അത് പോയി. ഇപ്പോൾ ഇത് ബ്ലാക്ക് ആയാലും പ്രശ്നമില്ല. ഇനി അടുത്തത് വാങ്ങുമ്പോൾ എല്ലാം കൂടെ കളർന്നുള്ള ഇത് വാങ്ങണം. ഇതെല്ലാം ബ്ലാക്കായിപ്പോയി. അപ്പോൾ എല്ലാം അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു കോല് വെച്ചൊന്ന് ഇളക്കി എല്ലായിടത്തും അകത്തൊക്കെ വിധത്തിൽ ഇളക്കി കൊടുക്കണം. നല്ല തിളക്കട്ടെ. ഇതങ്ങ് തിളച്ച് കഴിഞ്ഞ ശേഷം നമുക്ക് ഈ തുണി അങ്ങ് ഇട്ട് കൊടുക്കാം. തിളയ്ക്കുന്നുണ്ട്. അപ്പം നമുക്ക് ആ തുണി ഒന്ന് എടുത്ത് ഇട്ട് കൊടുക്കാം. അപ്പം നനച്ചാണ്, നനച്ച് വെച്ചേക്കുവാണ്. ഉണക്ക തുണിയായിട്ടുള്ളത് അങ്ങ് ഇട്ട് കൊടുക്കല്. അപ്പം ഇട്ട് കൊടുത്തിട്ടുണ്ട്. തിളയ്ക്കാറായി വരുന്നുണ്ട്. ആ തിളയ്ക്കുന്നതിലേക്ക് നമ്മുടെ തുണി നനച്ച് വെച്ചിട്ടുണ്ട്. നല്ല നനവായിരിക്കണം. നനച്ച തുണി വേണം ഇതിനകത്തിടാൻ. ഉണങ്ങിയ തുണി ഇടരുത്. അപ്പോൾ എല്ലായിടത്തും പിടിക്കത്തില്ല. അപ്പോൾ ഈ തുണി ഒന്ന് പതുക്കെ നമുക്ക് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് എല്ലായിടത്തും ഇത് സ്പ്രെഡ് ആവണം. ഇല്ലെങ്കിൽ അവിടെ മഞ്ഞ കളറായി പോവും. അപ്പോൾ ഇതെല്ലാം അങ്ങ് എന്നിട്ടൊന്ന് അമർത്തി കൊടുക്കണം. നല്ലവണ്ണം ഒന്ന് കുറച്ച് തിളയ്ക്കട്ടെ. തിളച്ച് കഴിഞ്ഞ ശേഷം നമുക്ക് ഫ്രഷായിട്ടുള്ള വെള്ളത്തിൽ അതൊന്ന് തിളയ്ക്കട്ടെ. അപ്പോഴത്തേക്ക് നമ്മുടെ ഫ്രഷായിട്ട് കുറച്ച് വെള്ളം എടുത്ത് കഴിഞ്ഞ ശേഷം നമ്മുടെ ഡൈ ഫിക്സ് ഉണ്ടല്ലോ, അതും ഒരെണ്ണം തന്നെ വേണം. അപ്പോൾ എല്ലാം അങ്ങ് അതിലേക്ക് അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കണം. അത് ഈ കളറ്, ഈ ബ്ലാക്ക് കളറ് പോകാതിരിക്കാനുള്ള ഫിക്സാണ്, ഡൈ ഫിക്സാണ്. അപ്പോൾ ഇതങ്ങ് അത്രയും അങ്ങ് ഒഴിച്ച് കൊടുക്കുക. ഫുള്ളും അങ്ങ് ഇടട്ടെ. അതിൽ നിന്നും എടുത്തിട്ട് ഇതിനകത്തേക്കാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്. നമ്മുടെ തുണി കറുപ്പായി കഴിഞ്ഞു. കുറച്ച് നേരം കിടക്കട്ടെ. അത് നല്ല എല്ലാ സൈഡിലും നമ്മളൊന്ന് ഇങ്ങനെ മാറ്റി ഇട്ട് കൊടുക്കണം. എന്നാലേ ആ കളർ എല്ലാത്തിലും, നമുക്കിപ്പോൾ കാണുമ്പോൾ എല്ലാത്തിലും പിടിച്ചെന്ന് തോന്നും. പക്ഷെ നമ്മളിനി എടുക്കുന്ന സമയത്ത് അവിടെ നമ്മുടെ ആ ചുരിദാറിൻ്റെ കളറ് കാണും. അതുകൊണ്ട് എല്ലാം നല്ലതാകട്ടെ. ഇപ്പം നമ്മുടെ തുണി തിളച്ച് നല്ല എല്ലായിടത്തും ആയെന്ന് വിശ്വസിക്കുന്നു. ഒത്തിരി അങ്ങ് മുക്കി കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. അപ്പോൾ ഇനി ഫ്രഷായിട്ടുള്ള വെള്ളത്തിൽ ഡൈ ഫിക്സ് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല വെള്ളത്തിൽ
ഒത്തിരി തവണ കഴുകി എടുത്തിട്ടുണ്ട്. 1-2 പ്രാവശ്യം കൂടെ കഴുകി എടുക്കുമ്പോൾ ആ കളർ മൊത്തം അതിലേക്ക് പിടിച്ചിരിക്കുന്ന കളർ മൊത്തം അങ്ങ് പോകും. എന്നിട്ട് നമുക്ക് വെയിലത്തിട്ട് ഉണക്കിയെടുക്കാം. ഇപ്പം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഗ്ലൗസൊക്കെ ഇട്ട് വേണം ചെയ്യാൻ കേട്ടോ, ഇല്ലെങ്കിൽ ആ കളറെല്ലാം നമുക്ക് കയ്യിലൊക്കെ ആകും. അപ്പോൾ ഡൈഫിക്സിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊരു 10-15 മിനിറ്റ് അതിലേക്ക് കിടക്കണം, എന്നാലേ ആ ഡൈഫിക്സ് അതിലേക്കൊന്ന് പിടിക്കുകയുള്ളൂ. അത് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രഷായിട്ടുള്ള വെള്ളത്തിൽ ഒരു 5-6 പ്രാവശ്യം ഒന്ന് കഴുകിയെടുത്തിട്ട്, നല്ല വെയിൽ വേണ്ട, അല്പം ഒന്ന് കാറ്റടിച്ച് ഉണങ്ങുന്ന രീതിക്കുള്ള സ്ഥലത്ത് ഇട്ട് ഉണക്കിയെടുക്കാം. അതിൻ്റെ റിസൾട്ടും കൂടെ ഞാൻ കാണിക്കാം. ഇപ്പം നമ്മൾ ഡൈ ചെയ്തെടുത്ത ചുരിദാർ ഈ കളറായി. പ്യുവർ ബ്ലാക്ക് അല്ല, അതിനിടയ്ക്ക് ഒരു മഞ്ഞയും എല്ലാം കൂടെ കലർന്ന കളറും, ഈ ബോർഡർ ഇങ്ങനെയായി. പിന്നെ മിററായിട്ട് തന്നെ ഇരിപ്പുണ്ട്. പക്ഷേ ബ്ലാക്ക് ആവാതെ ഈ കളറായപ്പോൾ നല്ല നല്ല രസമുണ്ട് ചുരിദാർ കാണാനായിട്ട്. ഇതാണ്, ഈ കളറാണ്. ഒരു ലൈറ്റ് ഒരു പച്ച കളറുണ്ടല്ലോ, പച്ച പോലെയാണ് തോന്നുന്നത്, ഒരു വല്ലാത്തൊരു കളറ്. നന്നായിട്ടുണ്ട്. ബാക്കിലൊക്കെ ഈ കളറാണ്. ഇടയ്ക്ക് ഡിസൈൻ ഉള്ളത് കൊണ്ടാണ് ഇടയ്ക്കൊരു മഞ്ഞ കളർ വന്നിരിക്കുന്നത്, അല്ലാതെ ഫെയ്ഡായതല്ല. ആ ചുരിദാറിലൊരു ഗോൾഡൻ കളർ ഉണ്ടായിരുന്നു, അപ്പോൾ അതിൽ കൂടുതൽ പിടിക്കാതെ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ പിടിച്ചിട്ടുള്ള കളറാണിത്. കൊള്ളാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതാണ് എൻ്റെ ചുരിദാറിൻ്റെ ഫൈനൽ വ്യൂ. ഇതാണ്. ബ്ലാക്ക് തന്നെ ആയില്ല, ഒരു ഡാർക്ക് ഗ്രീൻ പോലെയാണ് ആയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി പഴയ ഡ്രസ്സൊന്നും കളയണ്ട. പഴയ ഡ്രസ്സ് എന്തായാലും നമ്മൾ കളയാനല്ലേ വെച്ചേക്കുന്നത്. അപ്പോൾ ഒന്ന് ഡൈ ചെയ്ത് നോക്കിയിട്ട് കൊള്ളത്തില്ലെങ്കിൽ കളയാം, ഇല്ലെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാമല്ലോ വേറെ കളറായിട്ട്. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ കൊടുത്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഓക്കെ, താങ്ക് യു.